പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വീടുകളിൽ, കുടുംബങ്ങളിൽ സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ദിവസങ്ങളിൽ പറയണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിലെ ഭർത്താവ് ഒരു കാര്യം നന്മ ചെയ്താൽ, ഒരു നല്ല കാര്യം നമുക്ക് ചെയ്തു തന്നാൽ, ഭാര്യ, വീട്ടുകാർ ഭർത്താവിനോട്, വാപ്പയോട് നല്ല രൂപത്തിൽ അതിന്റെ സന്തോഷം പ്രകടിപ്പിക്കണം. വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കയ്യിലൊരു കിറ്റുമായി വന്നു നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഭാര്യയെ ഏൽപ്പിക്കുമ്പോൾ, നല്ല ഭാര്യമാര് വീടിന്റെ വാതിലിൽ തന്നെ ഭർത്താവ് വരുമ്പോൾ വന്ന് നിൽക്കും, നല്ല രൂപത്തിൽ സ്വീകരിക്കും. വീട്ടിലേക്ക് വന്ന ഉടനെ നല്ല മാന്യമായ അവർക്ക് കുടിക്കാനോ എന്തെങ്കിലും കഴിക്കാനോ അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കും. അങ്ങനെ ഈ കൊണ്ടുവരുന്ന പൊതി അവര് തുറന്നു നോക്കി മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അതിനൊരു സന്തോഷം അറിയിച്ചാൽ, വാങ്ങിക്കൊണ്ടുവരുന്ന ഭർത്താവിന്റെ മനസ്സിൽ വലിയ സന്തോഷത്തിന് കാരണമാകും. തിരിച്ച് ഇനി ഭാര്യ നല്ല ചായ ഉണ്ടാക്കി, നല്ലൊരു പലഹാരം ഉണ്ടാക്കി ഭർത്താവിനെ സമർപ്പിക്കുമ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇത് നന്നായിട്ടുണ്ട്, നല്ല ഉഷാറായിട്ടുണ്ട് എന്ന് ഭാര്യയോട് പറയുമ്പോൾ ആ ഭാര്യയുടെ മനസ്സിൽ വലിയൊരു സന്തോഷം ഉണ്ടാവും. ഇനി മകളാണ് ഉണ്ടാക്കി തരുന്നതെങ്കിൽ ആ മകളോട് പറയും, ഉമ്മയാണ് ഉണ്ടാക്കി തരുന്നതെങ്കിൽ ഉമ്മയോട് പറയും, ഉമ്മ നന്നായിട്ടുണ്ട്. അപ്പൊ അവർക്കും വലിയൊരു സന്തോഷമാകും. നമ്മള് സന്തോഷം കൊടുക്കുമ്പോൾ സന്തോഷം തിരിച്ച് ലഭിക്കും. കൊടുക്കുന്നതാണ് തിരിച്ച് നമുക്ക് ലഭിക്കുന്നത്. ഒരാളോട് നമ്മൾ സന്തോഷത്തോട് കൂടി പെരുമാറിയാൽ തിരിച്ച് സന്തോഷം നമുക്ക് ലഭിക്കും. ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് നാം ചിരിച്ചു കാണിച്ചാൽ കണ്ണാടി ചിരിച്ചു കാണിക്കും, അല്ലെ? ഒരാള് ഒരു കണ്ണാടിയുടെ മുഖത്ത് മുന്നിൽ പോയി നിന്നിട്ട് ഒരു വികൃതമായ മുഖം കാണിച്ച് കോക്രി കാണിച്ചാൽ തിരിച്ചു ആ രൂപത്തിലായിരിക്കും കാണിക്കുക. അപ്പൊ നമ്മൾ മറ്റുള്ളവരോട് ഏത് രൂപത്തിലാണോ പെരുമാറുന്നത് ആ രൂപത്തിലായിരിക്കും നമ്മളോട് ആളുകൾ തിരിച്ചു പെരുമാറുക. അപ്പൊ ഇത് കൃത്യമായി മനസ്സിലാക്കണം. പിന്നെ ഒരാള് നമ്മളോട് നാം എത്ര സ്നേഹിച്ചിട്ട് പെരുമാറിയാലും അയാളുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ സ്നേഹമോ കാര്യമൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് എന്തോ ഒരു തകരാറുണ്ട് എന്ന് മനസ്സിലാക്കണം. അയാൾക്ക് മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് മാനസികമായ ബുദ്ധിമുട്ടും പ്രയാസമുള്ള ആള് നമ്മളോട് എന്തെങ്കിലും മോശമായി പെരുമാറിയാൽ നാം അവരോട് വഴക്കിന് പോകാറില്ല. കാരണം അവന് മാനസികമായ ലെവല് തെറ്റിയിട്ടുള്ള ആളാണെന്ന് അറിയാലോ. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കണം. ഇനി ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ ഭർത്താവ് മാഷാ അല്ലാഹ് നന്നായിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ പരസ്പരം എപ്പോഴും മറ്റുള്ളവർ ചെയ്യുന്ന നല്ല കാര്യത്തിന് ശുക്ർ ചെയ്യുകയും നന്നായിട്ടുണ്ടെന്ന് പറയുകയും അൽഹംദുലില്ലാഹ് അത് ലഭിച്ചതിൽ അല്ലാഹുവിന് ശുക്ർ ചെയ്യുകയും നന്ദി അർപ്പിക്കുകയും ഒക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ വലിയ ബറക്കത്തുണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും റാഹത്ത് ലഭിക്കാൻ, ഭർത്താവും ഭാര്യയും അതുപോലെ കുടുംബങ്ങൾ തമ്മിൽ ഏറ്റവും സന്തോഷം ഉണ്ടാകാൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട നാം ചെയ്യേണ്ട, ശീലിക്കേണ്ട, പരിശീലിക്കേണ്ട ഒരു കാര്യമാണിത്. ഒരാൾ നന്മ ചെയ്താൽ, ഭാര്യ നന്മ ചെയ്താൽ ഭർത്താവ് നന്മ ചെയ്താൽ ഭാര്യയും പരസ്പരം അഭിനന്ദിക്കുകയും അവർക്ക് സന്തോഷങ്ങൾ കൈമാറുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുകയും ചെയ്താൽ അവരുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തിനത് കാരണമാകും. നല്ല സന്തോഷം ലഭിക്കാൻ അത് കാരണമാകും. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തും സന്തോഷവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ ദിവസവും രാവിലെ ഇർഷാദിയിൽ നടക്കുന്ന ഈ ബദരിയത്തിന്റെ ഈ പ്രാർത്ഥന സദസ്സിൽ അൽഹംദുലില്ലാഹ് നിങ്ങൾക്കും കുടുംബത്തിനൊക്കെ വേണ്ടി സന്തോഷമുണ്ടാവാൻ, സമാധാനമുണ്ടാവാൻ, ഐശ്വര്യമുണ്ടാവാൻ പ്രത്യേകം ദുആ ചെയ്യും. അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു നമ്മയും നാവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.